നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു ഫേസ് സർജനെ തിരഞ്ഞെടുക്കേണ്ടത്? കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മുഖമാണ്. ഇതൊന്ന് മാറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ മുഖം കൊണ്ടാണ് ജീവിക്കേണ്ടത്. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പൈസയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഒരു ഫേസ് സർജനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്? ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രെഡിബിലിറ്റി, അദ്ദേഹം ചെയ്ത കേസുകൾ. ഇപ്പം ഞാനെന്നൊരു വ്യക്തി കൂടുതലും പേഷ്യൻസിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതായത് ഒരു കേസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം ഞാൻ കാണിക്കാറില്ല. കാണിക്കാൻ സമ്മതിക്കുന്നവരുടെ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അതായത് ഒരു മേ ബി ഒരു 100% ഉണ്ടെങ്കിൽ അതിലൊരു 5% മാത്രമേ നമ്മൾ സമ്മതിക്കാറുള്ളൂ. ബാക്കി 95% അവിടെ ഒളിഞ്ഞു കിടക്കാണ്. അപ്പം പക്ഷെ അവരുടെ വേർഡ് ബൈ വേർഡ് ഉള്ള പബ്ലിസിറ്റി അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് അറിയാം എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന്റെ റിസൾട്ട്സ് എങ്ങനെയുണ്ട്. നിർബന്ധമായിട്ടും റിസൾട്ട് അറിയണം. ഒരു വ്യക്തി എത്രത്തോളം നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളത്. ക്രെഡിബിലിറ്റി ഇസ് എ ഫാക്ടർ. എക്സ്പീരിയൻസ് ഇസ് എ ഫാക്ടർ. ആ ഒരു മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര വർഷമായി സർജറി ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ സർജിക്കൽ സ്കിൽസ്. അതായത് എത്രത്തോളം ഇൻ ഡെപ്ത് ആയിട്ട് അദ്ദേഹം അവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ ഘടകമാണ്. ഇൻ ഡെപ്ത് പഠനം എന്നുള്ളത്. നാലാമത് എന്ന് പറയുന്നത് എന്താ പറയാ, പിന്നെല്ലാം ഈശ്വരന്റെ കയ്യിലാണ്.